ഹായ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. വിഷു ആയാലും ഓണായാലും എന്ത് പ്രോഗ്രാം ആയാലും ഞങ്ങൾക്ക് ബിരിയാണി ഇല്ലാണ്ട് പറ്റത്തില്ല. വീട്ടിൽ 4 പേർക്കും ബിരിയാണി തന്നെയാണ് ഇഷ്ടം. ബിരിയാണി ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരാലേ ഉണ്ടാവുക. ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് തന്നെ രാവിലെ 2-3 ദോശയൊക്കെ തിന്ന ഞാൻ ഒരു ദോശ മാത്രം കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് കുറച്ച് അധികം ബിരിയാണി തിന്നാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മെയിൻ ഷെഫ് അമ്മയാണ്, ഞാൻ ഹെൽപ്പറാണ് കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വർത്താനം പറഞ്ഞ് സമയം പോണതേ അറിയില്ല. ബിരിയാണിയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും നല്ല വിശപ്പായിട്ട് നിൽക്കുമായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാനാട്ടോ ഫസ്റ്റ് തന്നെ എടുത്ത് കഴിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചില്ല, ഞാൻ തന്നെ ഫസ്റ്റ് കഴിച്ചത്. എനിക്കൊരു കൂട്ടും കൂടി ഉണ്ടായിരുന്നു, ദീർഘൂട്ടന്. ഞങ്ങൾ 2 പേരും കൂടെ ബിരിയാണി ആസ്വദിച്ച് കഴിച്ചു. വിശപ്പുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല, ഇതുവരെ വെച്ചതിൽ ദ ബെസ്റ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇത് സ്വതവേ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിലാട്ടോ കുക്ക് ചെയ്യാറ്. പക്ഷെ ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. യൂട്യൂബിൽ ഒരു ബിരിയാണി റെസിപ്പി നോക്കി വെച്ചിട്ട് അത് പ്രകാരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ബിരിയാണിന്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും വെറൈറ്റി ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷെ അവിടെ എത്തി എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി ബിരിയാണിന്നേ വരത്തുള്ളൂ, പ്രത്യേകിച്ച് ചിക്കൻ. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം ആണ്ടിൽ എപ്പോഴെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു പാത്രം എടുത്ത് അതിലമ്മ ദമ്മിട്ടു കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണിക്ക് ഒരിക്കലും കുറ്റം പറയാറില്ല. ബിരിയാണി എങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കും. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും കൊള്ളാത്ത ബിരിയാണി ആയിരിക്കണം.